everyone, welcome to Catalyst Education. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമുക്ക് ഷോർട്ടസ്റ്റ് ഒക്കെ ആയിട്ട് ഗ്ലോബലൈസേഷനെ മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്താണ് ഗ്ലോബലൈസേഷൻ? ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജിയിലൂടെ കൺട്രീസിന്റെ കണക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് വേൾഡിനെ ഒരു വൺ ബിഗ് മാർക്കറ്റ് ആക്കി മാറ്റാണ്. അവിടെ നമുക്ക് ട്രേഡ്, ഐഡിയാസ്, പീപ്പിള് ഇതിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ട് ആവുന്നത് 1991 ന്യൂ എക്കണോമിക് പോളിസീസിൻ്റെ ഭാഗമായിട്ട്, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്. സോ ഗ്ലോബലൈസേഷൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരു ഓപ്പൺ ആൻഡ് കോമ്പറ്റീറ്റീവ് എക്കണോമി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഗ്ലോബലൈസേഷൻ്റെ പോസിറ്റീവ് എഫക്ട്സും നെഗറ്റീവ് എഫക്ട്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസിന് എൻട്രി കിട്ടിയിട്ടുണ്ട്. IT ആൻഡ് സർവീസ് സെക്ടറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി ഇന്ത്യ ഒരു ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗ് ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ കൺസ്യൂമേഴ്സിന് ഒരുപാട് നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ട്സും സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇംപ്രൂവ്ഡ് ടെക്നോളജിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് സ്മോൾ ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഫോറിൻ ബ്രാൻഡ്സുമായിട്ട് ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ജോബ് ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കോൺട്രാക്ട് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്റ്റ് തീർന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ജോബ് നഷ്ടപ്പെട്ടു പോകുന്ന പോലാണ്. പിന്നെ അൺഈക്വൽ ബെനിഫിറ്റ് ആണ്. അതായത് ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ബെനിഫിറ്റ് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പുവർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. ദെൻ കൾച്ചറൽ ചേഞ്ചസ് ആണ്. അതായത് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈല് ഇന്ത്യൻ കൾച്ചറിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗ്ലോബലൈസേഷൻ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നല്ല സക്സസ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെ കിട്ടണം. സോ ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് ഇനി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.